നമസ്തേ. ഇന്ന് നമുക്ക് ഒരു പുതിയ ജാതകം, ഒരു ഉദാഹരണ ജാതകമാണ്. ഉദാഹരണ ജാതകങ്ങളിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി നന്നായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഉദാഹരണ ജാതകം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. ഉദാഹരണ ജാതകത്തിൽ നമ്മൾ കാര്യകാരണ സഹിതം ആണ് നമുക്ക് ചില ജാതകങ്ങൾ കിട്ടുമ്പോൾ തന്നെ തോന്നും ഇത് നമ്മളെ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ അവരോട് പെർമിഷനൊക്കെ എടുത്തിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും ഇത് കുംഭലഗ്നം വരുന്ന ഒരു ഉദാഹരണ ജാതകമാണ്. ഉദാഹരണ ജാതകത്തിൽ കുംഭലഗ്നമാണ്, സ്ക്രീനിൽ കാണാം. കുംഭലഗ്നമാണ്, രണ്ടിലില്ല, മീനത്തിലില്ല, മേടലില്ല, ഇടവത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല, മിഥുനത്തിൽ കേതുവുണ്ട്, കർക്കിടകത്തിൽ ഒന്നുമില്ല, ചിങ്ങത്തിൽ ഗുരു, 7 ഗുരുവാണുള്ളത്, 8 ഒന്നുമില്ല, 9ാം ഭാവം തുലാം, അതിൽ ശുക്രനാണ്, 9 ശുക്രൻ നിൽക്കുന്ന ജാതകമാണ്, 10 സൂര്യൻ ദിഗ്ബലാണ്, ചൊവ്വ ദിഗ്ബലാണ്, ബുധനും ഉണ്ട്, 11 രാഹുവുണ്ട്, 12 ചന്ദ്രനും ശനിയും നിൽക്കുന്നുണ്ട്. ഇതാണ് ജാതകത്തിൻ്റെ ഒരു പൊതു അവസ്ഥ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ജാതകത്തിൽ ഒരു കാര്യം വളരെ, അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും. മാതൃദോഷം എന്ന് പറയും, മാതാവിനെ കാണാൻ യോഗമില്ലാത്തൊരു ജാതകം. അങ്ങനെ അപൂർവ ജാതകങ്ങളെ കിട്ടുക. മാതാവിനെ കാണാൻ യോഗം ഉണ്ടാവില്ല. ഇദ്ദേഹത്തിൻ്റെ ജനനം ചന്ദ്രൻ നിൽക്കുന്നത് അറിയാം. ചന്ദ്രൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ഉത്രാടത്തിലാണ്, അല്ലേ? ഉത്രാടം 9 ഡിഗ്രിയോളം ആണ് ഏകദേശം സൂര്യൻ നിൽക്കുന്നത്, ചന്ദ്രൻ നിൽക്കുന്നത്. ഒപ്പം ശനി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ ഈസിയിൽ ഞാൻ പറയാം. ഉത്രാട നക്ഷത്രം ആയതുകൊണ്ട് തന്നെ സൂര്യൻ്റെ അവസാനമാണ് ജനിക്കുന്നത്. സൂര്യൻ്റെ അവസാന പാദത്തിലായതുകൊണ്ട് തന്നെ വളരെ 9 മാസം മാത്രമേ ഉള്ളൂ സൂര്യദശ. ചന്ദ്രദശ തുടക്കത്തിൽ മാതാവിനെ നഷ്ടപ്പെടും. കാര്യം ചന്ദ്രൻ മാതൃകാരകനാണ്. ചന്ദ്രൻ കുംഭലഗ്നക്കാർക്ക് വരാൻ പാടാത്ത ദശയാണ്. ഒരുപാട് കോമ്പിനേഷൻസ് ഒന്നിച്ച് വരുമ്പോഴാണ് ഒരു നഷ്ടം സംഭവിക്കുക. എല്ലാവർക്കും നഷ്ടം അല്ല, എല്ലാവർക്കും സംഭവിക്കില്ല. ചെസ്സ് കളിക്കുന്ന പോലെയാണ് ജ്യോതിഷത്തിലെ കരുക്കൾ. കൃത്യമായിരിക്കും, എല്ലാം കൂടി ചെക്ക് ചെയ്യുന്ന പോലെ, രാജാവിന് ചെക്ക് വെക്കുന്ന പോലെ. ഗോചരത്തിൽ ജന്മശനി നടക്കുകയാണ്, ശനിയുടെ കൂടെ ചന്ദ്രനാണ്. ഗോചരത്തിൽ ജന്മശനി നടക്കുമ്പോഴാണ് ജനനം. അതേപോലെ തന്നെ 9 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് 6ാം ഭാവാധിപനായ ചന്ദ്രൻ്റെ ദശ വരും. ആ ദശ മാതൃകാരകനാണ്. ഇനി മാതൃകാരകൻ വളരെ പിതാവാണോ മാതാവാണോ ആരാണ്, അല്ലെങ്കിൽ ആരാണ് നഷ്ടം വരിക എന്നൊക്കെ നമ്മൾ നോക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് 4ാം ഭാവം, മാതാവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ജാതകം കണ്ടാലേ അറിയാം ഏത് ഭാവത്തിനാണ് ഏറ്റവും തടസ്സവും നമ്മൾ നോക്കും. 4ആണോ 9ആണോ, സ്വന്തം ലഗ്നാണോ, അല്ലെങ്കിൽ 7ാം ഭാവത്തിനാണോ, അല്ലെങ്കിൽ 2ാം ഭാവം ധനഭാവത്തിനാണോ കുഴപ്പം? ഇതെല്ലാം നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 4ാം ഭാവത്തിന് കുഴപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, 4ാം ഭാവം എന്ന് പറയുന്നത് കുംഭത്തിന് 4ാം ഭാവം എന്ന് പറയുന്നത് ഇടവം രാശിയാണ്, അല്ലേ? ഇടവം രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷേ ഇടവം രാശിയിലേക്ക് ചൊവ്വയുടെയും സൂര്യൻ്റെയും ദിഗ്ബലം ചെയ്താലും പാപന്റെ ദൃഷ്ടിയായിട്ട് വരും. പാപയോഗം ചെയ്ത ബുധനും ചേർന്ന് 4ാം ഭാവത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയാണ് വരുന്നത്. കുംഭലഗ്നക്കാർക്ക് 4ലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി വന്നു. അപ്പോൾ 4ാം ഭാവത്തിന് കേടുവന്നു. ഇനി 4ാം ഭാവ അധിപനായിട്ടുള്ള ശുക്രൻ 9ലാണ് നിൽക്കുന്നത്, ബലവാനാണ്. പക്ഷേ ശനിയുടെ 10ാം ദൃഷ്ടി ശുക്രനും വന്നു. അപ്പോൾ ഭാവം പോയി, ഭാവാധിപൻ പോയി. ഭാവകാരകനാരാണ്? മാതാവിൻ്റെ ഭാവം 4ാം ഭാവമാണ്. മാതാവിൻ്റെ ഭാവ അധിപൻ ശുക്രനായിരുന്നു. 4ാം ഭാവ കാരകൻ ചന്ദ്രനാണ്, അല്ലേ? ചന്ദ്രൻ വന്നിട്ട് ശനിയുടെ കൂടെ ഒരേ ഡിഗ്രിയിലാണ്. 8 ഡിഗ്രി 9 ഡിഗ്രി, 1 ഡിഗ്രിയുടെ ഗ്യാപ്പിലാണ് ശനി ചന്ദ്രന്മാർ 12ൽ നിന്നിട്ട് ചന്ദ്രൻ 6ാം ഭാവം, കുംഭരാശിക്ക് വരാൻ പാടാത്ത ദശ ചന്ദ്രദശയാണ്. ഓരോ രാശിക്കും വരാൻ പാടാത്ത ദശകളെക്കുറിച്ച് ഞാൻ എല്ലാ വീഡിയോകളിലും പറയലുണ്ട്. മേടം വൃശ്ചികം രാശികൾക്ക് ബുധൻ്റെ ദശകളാണ് വരാൻ പാടാത്തത്. ചൊവ്വയുടെ മേടത്തിനും വൃശ്ചികത്തിനും ബുധൻ്റെ ദശകൾ വന്നുകൂടാ. അതായത് മിഥുനം കന്നി അധിപനായിട്ടുള്ള, അല്ലെങ്കിൽ 6, 8 ഭാവാധിപത്യം തരുന്ന ബുധൻ്റെ ദശകൾ വന്നുകൂടാ. ഇടവം തുലാം രാശികൾക്ക് ഗുരുവിൻ്റെ ദശകളായിരിക്കും ദോഷമായിട്ട് വരിക. അങ്ങനെയാണ് ലഗ്നത്തിനെ സ്ഫുടം ചെയ്യും. ലഗ്നത്തിനെ നമുക്ക് മനസ്സിലാക്കാനും എളുപ്പമാണ്. ഈ ഒരു മേടം വൃശ്ചികം ലഗ്നക്കാരാണെങ്കിൽ അവർക്ക് ബുധൻ്റെ ദശാപഹാരങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും ഒരു ദോഷം എന്തായാലും ഉണ്ടാവും. വളരെ ചെറിയതാണെങ്കിലും, എത്ര നല്ല അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിലും ചെറിയ ദോഷങ്ങൾ വരുന്നുള്ളതാണ്. പൂർണ്ണ ശുഭത്വം കിട്ടില്ല. അതുപോലെ തന്നെ ഇടവം തുലാം ലഗ്നക്കാർക്ക് ഗുരുവിൻ്റെ ദശകൾ വരുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട്, അവസാനെങ്കിലും കുറച്ചൊരു ബുദ്ധിമുട്ട് തരും. മോശം അപഹാരങ്ങളിലായിരിക്കും ചിലവർക്കൊക്കെ തരും, എന്നാലും ചെറിയൊരു ബുദ്ധിമുട്ട് വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മിഥുനം കന്നി രാശിക്കാർക്ക്, മിഥുനം കന്നി ലഗ്നം വരികയാണെങ്കിൽ അവർക്ക് ചൊവ്വയുടെ ദശകൾ, ചൊവ്വയുടെ 6, 8 ചൊവ്വ 2 ലഗ്നങ്ങൾക്കും, അതായത് മിഥുന ലഗ്നത്തിനും അതുപോലെ കന്നി ലഗ്നത്തിനും, ഇത് നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജാതകം നോക്കിയാൽ മനസ്സിലാവും. മിഥുന ലഗ്നത്തിനും കന്നി ലഗ്നത്തിനും ചൊവ്വ ദശകൾ ഗുണം
ഗുണം ചെയ്യില്ല. അതുപോലെ തന്നെ മീനലഗ്നത്തിനും ധനുർലഗ്നത്തിനും ശുക്രന്റെ ദശകൾ ഗുണം ചെയ്യില്ല. അതുപോലെ സൂര്യചന്ദ്രന്മാരുടെ ലഗ്നങ്ങളായിട്ടുള്ള കർക്കടകത്തിനും ചിങ്ങത്തിനും ശനിയുടെ ദശകൾ ഗുണം ചെയ്യില്ല. വിവാഹമൊക്കെ ചേർക്കുമ്പോഴും ഇത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ശരിക്കും വിവാഹം ചേർക്കുമ്പോഴും നിങ്ങൾ വൈരുദ്ധ്യ സ്വഭാവമുള്ള, ഇപ്പം മേടത്തിന് വൃശ്ചികത്തിനൊക്കെ ബുധൻ്റെ ലഗ്നങ്ങൾ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം. വേറെ ദോഷങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. കാര്യം അവർ തമ്മിൽ പൊതുവേ ചേരില്ല. ഒരാൾ ലോജിക്കാണ്, ഒരാൾക്ക് ലോജിക്കില്ലായ്മയാണ്. ബുധൻ ലോജിക്കലി മാത്രമേ പ്രവർത്തിക്കുള്ളൂ, പക്ഷേ മറ്റേ ആൾ പ്രവർത്തിച്ചതിന് ശേഷമേ ചിന്തിക്കുള്ളൂ. അതാണ് വ്യത്യാസം. അപ്പോൾ അതുപോലെ തന്നെ ശനിയുടെ ലഗ്നങ്ങൾ, മകരം കുംഭം ലഗ്നങ്ങൾക്ക് സൂര്യചന്ദ്രന്മാരുടെ ദശകൾ. അപ്പോൾ പ്രത്യേകിച്ചും കുംഭലഗ്നത്തിന് ചന്ദ്രന്റെ ദശയും ചിങ്ങലഗ്നത്തിന് സൂര്യന്റെ ദശയും ഒട്ടും ചേരില്ല, അനുകൂലമാവില്ല, വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മേടലഗ്നത്തിന് ഇദ്ദേഹം ജനിച്ച് 9 മാസത്തിന് ശേഷം വരുന്ന ചന്ദ്രദശയിൽ തന്നെ മാതാവിനെ നഷ്ടപ്പെടും. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മാതാവിനെ കാണാൻ പോലും, അതായത് കാണാൻ മീൻസ് അനുഭവിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ ഈ ജാതകത്തിൽ വന്നു. അതിന് കാരണം എന്താണ്? കാരകനായിട്ടുള്ള ചന്ദ്രന് ശനിബന്ധം വന്നു, കാരകന്റെ വീട്ടിലേക്ക് ശനിയുടെ ദൃഷ്ടി വന്നു. അതുപോലെ തന്നെ ഭാവം, മാതാവിൻ്റെ ഭാവമായിട്ടുള്ള 4-ാം ഭാവത്തിലേക്ക് ചൊവ്വയുടെയും സൂര്യൻ്റെയും ദൃഷ്ടി വന്നു. 4-ാം ഭാവാധിപന് ശനിയുടെ 10-ാം ദൃഷ്ടി വന്നു. അപ്പോൾ ഒരു ഭാവം, ഭാവാധിപൻ, ഭാവകാരകൻ്റെ വീട്, ഭാവം 4-ാം ഭാവം, മാതാവിൻ്റെ ഭാവം എന്ന് പറയുന്നത് 4-ാം ഭാവം. എങ്ങനെ എടുക്കുകയാണ്? ഇപ്പോൾ പിതാവിൻ്റെ എടുക്കുകയാണെങ്കിൽ 9-ാം ഭാവാധിപൻ, 9-ാം ഭാവം, ഭാവകാരകനായ സൂര്യൻ്റെ വീട്. ഇങ്ങനെയാണ് അതിൻ്റെ ഫലം എടുക്കുക. വളരെ കൃത്യമായിരിക്കും. ഇത് 4 കെട്ടുപോയാൽ മാത്രമാണ് ദോഷം പൂർണ്ണമായിട്ട് വരുള്ളൂ. അത് 4 കെടണം. ഗോചരത്തിൽ ഇവിടെ ജന്മശനി വരികയാണ്. ഗോചരത്തിൽ ദുഃഖം അനുഭവിക്കാനുള്ള യോഗം വരികയാണ്, ബുദ്ധിമുട്ടാനുള്ള യോഗം വരികയാണ്. ജന്മശനിയിലെ ജനനം. ശനി ചന്ദ്രൻ്റെ കൂടെ രാശിയിൽ നിൽക്കുന്ന സമയത്താണ് ജനിക്കുന്നത്. 9 ഡിഗ്രി 8 ഡിഗ്രി ഒരേ ഡിഗ്രിയിലാണ് ഏകദേശം ശനിയും ചന്ദ്രനും. അപ്പോൾ മനസ്സിന് ഒരു കഷ്ടം വരുന്ന തരത്തിലൊരു ജനനം. ആ ജന്മശനി കഴിയുന്നതോടുകൂടി മാതാവ് ഇല്ലാതെയാവുക. അതിന് 6-ാം ഭാവാധിപൻ്റെ ദശയും വരെ എല്ലാം വന്നുകൊണ്ടോ 4-ാം ഭാവം കെട്ടു, ഭാവാധിപൻ കെട്ടു, ഭാവകാരകൻ കെട്ടു, ഭാവകാരകൻ്റെ വീടായിട്ടുള്ള കർക്കിടകത്തിലേക്ക് ശനിയുടെ 7-ാം ദൃഷ്ടി വന്നു. ഭാവകാരകനായിട്ടുള്ള ചന്ദ്രന് ശനിയുടെ ബന്ധം വന്നു. മാത്രമല്ല കുംഭലഗ്നക്കാർക്ക് 6-ാം ഭാവാധിപനായ ചന്ദ്രൻ, 6-ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ്റെ ദശ വന്നു. അത് വരാൻ പാടില്ല, ചന്ദ്രദശ വരാൻ പാടില്ല. അപ്പോൾ പലരും സാധാരണ ജ്യോതിഷത്തിൽ പറയുമ്പോൾ ലഗ്നാധിപനല്ലേ ശനി അത്ര ദോഷം ചെയ്യുമെന്ന് വയ്ക്കും. ശനി ലഗ്നാധിപനാണെങ്കിലും എന്ത് അധിപനാണെങ്കിലും ശനിയുടെ കാരകത്വങ്ങൾ മോശമായിട്ട് തന്നെ തരിക. ശനി ശുക്രൻ്റെ കൂടെ ചേർന്നാലോ ചന്ദ്രൻ്റെ കൂടെ ചേർന്നാലോ ഒക്കെ ആ ഭാവത്തിന് അതിനെ കേടുവരുത്തും എന്നുള്ള കാര്യത്തിൽ സംശയിക്കുന്ന. ചന്ദ്രൻ്റെ കൂടെ നിൽക്കുന്ന ശനി ദോഷമായിട്ട് തന്നെ ചന്ദ്രനെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ പിടിവാശി ഉണ്ടാവും. രാശി ശനിബന്ധം വരിക, ലഗ്നത്തിൽ ശനിബന്ധം വരിക, ലഗ്നാധിപൻ്റെ കൂടെ ശനിബന്ധം വരിക, ഇതിനൊക്കെ നമുക്ക് പിടിവാശി ഉണ്ടാവും. അസ്വസ്ഥമായ മനസ്സുണ്ടാവും ചന്ദ്രൻ്റെ കൂടെ വരുമ്പോൾ. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ലായ്മ, കോൺഫിഡൻസ് കുറവ്, ഇതെല്ലാം സംഭവിക്കും ശനിബന്ധം വരുമ്പോൾ. ശനി ലഗ്നാധിപനാണെങ്കിലും ശരി, 9-ാം ഭാവം എന്ത് അധിപനാണെങ്കിലും ശരി, ഉച്ചത്തിലാണെങ്കിലും ശരി, ശനിയുടെ 2 കാരകത്തെ ഗുണമുള്ളൂ. അതൊന്ന് ആത്മീയതയാണ്, 2 ആയുസ്സാണ്. മറ്റെല്ലാം ശനിക്ക് ദോഷകാരകത്വങ്ങളാണ്. അതായത് ദുരിതം, ദുഃഖം, രോഗം, മഹാരോഗം, ഇതെല്ലാം ശനിയാണ്. ധനദാരിദ്ര്യം തരുന്നതും ശനിയാണ്. ധനദാരിദ്ര്യം, ഭക്ഷണദാരിദ്ര്യം, സർവ്വദാരിദ്ര്യങ്ങളുടെയും കാരകം. ഭിക്ഷാടനം ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ലഗ്നത്തിൽ ശനി ഉണ്ടാവും. അല്ലെങ്കിൽ ഭിക്ഷയ്ക്ക് നടക്കുന്നവരുടെ ജാതകം വാങ്ങിച്ചു നോക്കും. ഭിക്ഷയ്ക്ക് നടക്കുന്നവരുടെ പ്രധാനമായിട്ടും അവർ ലഗ്നവുമായിട്ട് ശനിക്ക് ബന്ധം വന്നിട്ടുണ്ടാവും. ലഗ്നം മൊത്തം കെട്ടുപോയിട്ടുണ്ടാവും, അത് വേറെ. ശനി മാത്രമല്ല, ശനി ചൊവ്വ ബന്ധമൊക്കെ വന്നിട്ടുണ്ടാവും, രാഹു ബന്ധമൊക്കെ വന്ന് ലഗ്നം പൂർണ്ണമായി കിടുമ്പോഴാണ് ഭിക്ഷാടനം ചെയ്യേണ്ടി വരിക. ദോഷദശകൾ ഇത് അതുപോലെ രാശിനാഥനായിട്ടുള്ള ചന്ദ്രനെ, 6-ാം ഭാവാധിപത്യം വഹിച്ച് നിൽക്കുന്ന ചന്ദ്രൻ 6ലേക്ക് നോക്കി ദശ നടത്തുക, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം ഈ ചന്ദ്രൻ കയറിയിട്ട് 6-ന്റെ 6 കർക്കിടകത്തിൻ്റെ 6-ാം ഭാവമായിട്ടുള്ള ധനുവിലായിരുന്നെങ്കിൽ ഇത്ര ദോഷം വരില്ലായിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കറക്റ്റായിട്ട് ചന്ദ്രൻ കയറി മകരത്തിൽ നിന്ന് 6-ാം ഭാവമായിട്ടുള്ള കർക്കിടകത്തിൽ നോക്കുക. 6-ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രന് ശനിയുടെ ബന്ധം വന്ന് കേടുവന്ന് നിൽക്കുക. അതുതന്നെ ഗോചരത്തിലെ ജന്മശനിയായിട്ട് നിൽക്കുക. അപ്പോൾ ഗോചരദോഷം, ദശാദോഷം, അതുപോലെ തന്നെ സ്ഥാനദോഷം, അതായത് 4-ാം ഭാവ ആധിപത്യ ദോഷം, ആധിപത്യം, ഗോചരം, ദശ, ഇത് 3 ദോഷം വന്നു. അതാണ് ജാതകത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ളൊരവസ്ഥ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മാതാവിനെ അദ്ദേഹത്തിന് കാണാനുള്ള യോഗം ഉണ്ടായില്ല എന്നുള്ളതാണ്.
മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ തന്നെയാണ് ജ്യോതിഷത്തിൽ നമുക്ക് ക്ലാരിറ്റി. ചില ജാതകങ്ങൾ പക്ക ക്ലിയർ ആയി കിട്ടും, ചില ജാതകങ്ങളിൽ ഇങ്ങനെ കിട്ടില്ല, കോമ്പിനേഷൻസ് കുറച്ച് കൂടുതൽ. ജ്യോതിഷം ഒരിക്കലും നമുക്ക് ഒറ്റ വാക്കുകൊണ്ടോ 100% ഫലോ അങ്ങനെയൊന്നും ഇത് പറയാൻ പറ്റില്ല. കാര്യം ജ്യോതിഷത്തിൽ കോമ്പിനേഷൻസ് ആണ്. ഇവിടെ ഗോചരഫലം ശരിയാവണം, പൂർണ്ണമായിട്ട് അഷ്ടമശനി ജന്മശനി പോലുള്ള കാര്യങ്ങൾ വരിക, ദോഷം ദശ വരിക, അതുപോലെ തന്നെ ഈ ഭാവത്തിന് ഏറ്റവും കേടുവന്ന ഭാവം ഈ ദശയും ഈ ഗോചരത്തിലെ അഷ്ടമശനി ജന്മശനി പോലുള്ള നടക്കുക, ദോഷം ദശയും നടക്കുമ്പോൾ 5ാം ഭാവത്തിനൊക്കെ ആണെങ്കിൽ സന്താനബുദ്ധി ജനിച്ചേ ഉള്ളൂ. പക്ഷെ ഏത് ഭാവത്തിനാണോ കൂടുതൽ കേട്, 5ാം ഭാവത്തിനാണെങ്കിൽ ബുദ്ധിക്ക് കേട് വരും, ബുദ്ധിക്ക് കുഴപ്പം വരും, അല്ലെങ്കിൽ സന്താന കുഴപ്പം വരും, അങ്ങനെയൊക്കെ കുഴപ്പം വരും. ഏത് ഭാവമാണോ ഏറ്റവും കൂടുതൽ കേട് വരുന്നത്, ഏത് ഭാവകാരകനാണോ ഭാവാധിപനാണോ ഭാവമാണോ കൂടുതൽ കേടുന്നത്, അതിനനുസരിച്ചായിരിക്കും അതിലേറ്റവും കൂടുതൽ ഫലം അനുഭവിക്കുക. ഇവിടെ 4ാം ഭാവത്തിനായിരുന്നു, അതുകൊണ്ട് മാതാവിനെ നഷ്ടപ്പെട്ടു. എങ്ങനെ മാതാവിനെ? ജനിച്ചിട്ട് 9 മാസത്തിൽ അല്ലെങ്കിൽ 10 മാസത്തിൽ 1 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ മാതാവിനെ നഷ്ടപ്പെടേണ്ടി വരുന്നു. അപ്പോൾ ചില ജാതകങ്ങൾ വളരെ ഈസിയാണ്. നമുക്കിപ്പോൾ വിവാഹം ഡിവോഴ്സ് ആവുന്ന ആളുകളെയൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പിതാവിന് അല്ലെങ്കിൽ പയ്യന് കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ജാതകത്തിൽ സൂര്യനും ശനിയുമായിട്ട് ബന്ധം വന്ന് സൂര്യൻ്റെയോ ശനിയുടെയോ ദശ നടക്കും, അല്ലെങ്കിൽ 9ാം ഭാവാധിപന് ശനിബന്ധം വന്ന് ആ ദശ നടക്കും. 9ാം ഭാവത്തിൽ ശനി നിന്ന് രാഹുബന്ധം വന്ന് ഇങ്ങനെ കൂടുതൽ പാപത്വം കൂടുന്നതിനനുസരിച്ചാണ് ദോഷം കൂടുക. ഒരു പാപത്വം ഉണ്ടെങ്കിൽ മാറി നിൽക്കുകയുള്ളൂ, കൂടുതൽ പാപത്വം വരുന്നതിനനുസരിച്ച് ഇല്ലാതെയാവും, മരണങ്ങൾ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. പാപത്വത്തിൻ്റെ മൂർധന്യം വരുമ്പോഴാണ് ഇതെല്ലാം കൂടി ചേർന്നൊരു ജാതകമാണ്. എന്താണ്? കാരകത്വം കെട്ടുപോയി, കാരകന്റെ ക്ഷേത്രം കെട്ടുപോയി, ആധിപത്യം 4ാം ഭാവ ആധിപത്യം കെട്ടുപോയി, അധിപൻ കെട്ടുപോയി, അതുപോലെ തന്നെ മോശം ദശ വന്നു, അതുപോലെ തന്നെ ഗോചരത്തിലെ ജന്മശനിയും വന്നു. ഇത്രയും കാര്യങ്ങൾ കോമ്പിനേഷൻ വരുന്നതുകൊണ്ടാണ് പൂർണ്ണമായൊരു നാശം വരിക. അപ്പോൾ ജ്യോതിഷം ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് വരില്ലെന്ന് വെച്ചത് വരും. ഒരാൾക്ക് അഷ്ടമശനി വരുന്നുണ്ടെങ്കിൽ അവരെ ചുറ്റി നിൽക്കുന്ന മറ്റുള്ളവർക്കൊക്കെ ഇതേപോലെ ദോഷസമയം ഉണ്ടാകും. അതായത് ഒരു വീട്ടിൽ ഒരാൾക്ക് അഷ്ടമശനി വരുമ്പോൾ മറ്റുള്ളവർക്കും ഇതുപോലുള്ള എല്ലാവർക്കും, ഇപ്പോൾ ഭാര്യയ്ക്ക് അഷ്ടമശനി ഉണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭർത്താവ് വിദേശത്തായിരിക്കണം, അപ്പോൾ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അവർ തമ്മിലുള്ള ഗ്യാപ്പായിരിക്കും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുക. എന്തെങ്കിലും ഒരു മനോദുഃഖം, സമ്പത്ത് ദുഃഖം, ധനം ദുഃഖമൊക്കെ തീർച്ചയായിട്ടും ഒരു കുടുംബത്തിൽ ഒരാൾക്ക് വരുമ്പോൾ, ഇപ്പോൾ ചില ആളുകൾ ചോദിക്കുക അച്ഛൻ മരിക്കാൻ ഒരു മകൻ്റെ മാത്രം അല്ല, എല്ലാ മക്കളുടെ ജാതകത്തിലും ഏകദേശം സിമിലർ ആയിട്ടുള്ള ജാതക നില എന്തെങ്കിലും ആയിട്ട് വരും. പ്രധാനമായിട്ടും മൂത്തപുത്രനെ നോക്കുക, എന്നാലും മറ്റുള്ളവർക്കും ഇതുപോലെ ഉണ്ടാവും. അമ്മ മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്നുകിൽ അവർക്ക് 4ാം ഭാവാധിപൻ്റെ ദശയെങ്കിലും നടക്കുന്നുണ്ടാവും. അതുപോലെ മരിക്കേണ്ട ആളിന് അഷ്ടമാധിപത്യ ബന്ധം അല്ലെങ്കിൽ 12ാം ഭാവാധിപത്യ ബന്ധത്തിലുള്ള ദശാവഹാര ഗോചരസ്ഥിതി വന്നിട്ടുണ്ടാവും. ഇത് എല്ലാം കൂടി ചേരുമ്പോൾ, അതായത് ശരിക്കും പറഞ്ഞാൽ ചെസ്സ് കളിക്കുന്ന പോലെയാണ്, എല്ലാം കൂടി ചേർന്ന് ചെക്ക് വെച്ചാൽ മാത്രമേ ലോക്കാവുള്ളൂ, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാം കൂടി ചേർന്ന ഒരു ജാതകത്തിൻ്റെ ഉദാഹരണമാണ് നമുക്ക് കാണിച്ചു തന്നത്. എല്ലാം കണ്ട എല്ലാവർക്കും വളരെ നന്ദി.